ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണേ. ഞാൻ 2 ദിവസം ക്ലാസ് ഇടാൻ വൈകി പോയിട്ടുണ്ടായിരുന്നേ. സോറി കേട്ടോ. ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ക്ലാസ് നമുക്ക് ആദ്യം 2 റണ്ണിങ് സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട്. അതായത് റണ്ണിങ് സ്റ്റിച്ചിലാണ് നമ്മളിനി അടുത്ത 2 സ്റ്റിച്ചും കൂടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നിങ്ങൾ 2 റണ്ണിങ് സ്റ്റിച്ചും കൂടി ചെയ്ത് വയ്ക്കുക. ഇപ്പോഴത്തെ ഈ ക്ലാസ്സിനും ഇനി നെക്സ്റ്റ് ക്ലാസ്സിനും കൂടിയുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ആ ക്ലാസ്സിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് മാത്രം പറഞ്ഞു തന്നാൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിന് തൊട്ട് മുകളിൽ ചെയ്തേക്കുന്ന സിംഗിൾ വേവ് എന്നോ ഒന്നും കൂടി നമ്മൾ ഇപ്പോൾ ചെയ്ത് വച്ചേക്കുന്ന റണ്ണിങ് സ്റ്റിച്ചിൽ ആദ്യത്തേൽ ചെയ്യുക. എന്നിട്ട് ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ വേവ് തന്നെ നമ്മൾ തിരിച്ച് വേവ് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കണം. അത് മറ്റൊരു കളറിൽ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റണ്ണിങ് സ്റ്റിച്ച് ഗ്രീൻ ആണെങ്കിൽ ഒരു വേവ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആയിട്ടാണ്, സെക്കൻഡ് വേവ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വേവിന് വേണ്ടി കുത്തിയ അതേ ഇടത്തിൽ തന്നെ സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്യുക, കുത്തിയെടുക്കുക. ഫസ്റ്റ് വേവ് നമ്മൾ മുകളിലേക്കാണ് തുന്നിയതെങ്കിൽ സെക്കൻഡ് വേവിൻ്റെ ഫസ്റ്റ് നമ്മൾ തുന്നേണ്ടത് താഴേക്കാണ്. മനസ്സിലായല്ലേ? തുടക്കം വരുന്നത് താഴേക്കാണ്. ഓക്കെ. എന്നിട്ട് ഇപ്പോൾ ഓരോന്നിൻ്റെയും എതിർവശയിലേക്കാണ് നമ്മൾ സെക്കൻഡ് വേവ് തുന്നേണ്ടത്. അതായത് ഫസ്റ്റ് വേവ് തുന്നിയേക്കുന്നതിൻ്റെ എതിർ സൈഡായിരിക്കണം സെക്കൻഡ് വേവിൻ്റെ സ്റ്റിച്ച് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ താഴേക്ക് എടുത്തു, സെക്കൻഡ് റണ്ണിലൂടെ നമ്മളത് മുകളിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വേവ് ഇരിക്കുന്നത് താഴേക്കാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലത് വരും. ഓക്കെ. അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റിച്ച് കേട്ടോ. അതിൻ്റെ പേരാണ് ഡബിൾ വേവ്. ഓക്കെ. അതായത് സിംഗിൾ വേവ് നമ്മൾ പഠിച്ചു, അതേ മെത്തേഡ് തന്നെയാണ് ഡബിൾ വേവിനും ചെയ്യുന്നത്. എന്നാൽ ഫസ്റ്റത്തെ സിംഗിൾ വേവ് ആദ്യം ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സെക്കൻഡ് വേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡബിൾ വേവ് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. എനിക്ക് കുറച്ച് ചെറിയൊരു വയ്യായികയുണ്ട്, അപ്പം അതുകൊണ്ട് അധികം സംസാരിക്കാനും പറ്റുന്നില്ല. ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം ക്ലാസ് ഇടാതിരുന്നത് മെയിനായിട്ട് കേട്ടോ. നിങ്ങളൊന്ന് ഇത് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ ഇരിക്കുന്നതുണ്ടോ? റൗണ്ട് ഷേപ്പിൽ വരും. എന്നാൽ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റിച്ച് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 കളറ് എടുത്തേക്കുന്നത് കേട്ടോ. സിംഗിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു കളറ്, ഒരു വേവ് ചെയ്യാൻ ഒരു കളറ്, സെക്കൻഡ് വേവ് ചെയ്യാൻ മറ്റൊരു കളറ്. നല്ലതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഇത്രയും ഭാഗം മാത്രമേ ചെയ്ത് കാണിക്കത്തുള്ളൂ. നിങ്ങൾ വേണം ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കാൻ കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് അത് ചെയ്ത് കാണിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. എല്ലാവരും ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇടാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയോ ചെയ്യുന്ന രീതിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. നമുക്കതനുസരിച്ച് ചെയ്യാവുന്നതാണ്. സാധാരണ പോലെ തന്നെ നമ്മൾ താഴേക്ക് കുത്തി കെട്ടിടണതിന് മുമ്പ് നമ്മളവിടെ ഒന്ന് അമർത്തി പിടിക്കണം. ലാസ്റ്റത്തെ ചെയിൻ്റെ അവിടെ നമ്മളൊന്ന് അമർത്തി പിടിച്ചിട്ട് വേണം താഴെ കെട്ടിടാൻ, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് വലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂ. പെട്ടെന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ ഒന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. അത് കുറച്ച് ചെയ്ത് പഠിച്ചാലാണ് ഹാൻഡ് സ്റ്റിച്ച് എങ്ങനെ വന്നാലും പെർഫെക്റ്റ് ആവുള്ളൂ. ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും അടുത്ത സ്റ്റിച്ചിനുള്ളതും റണ്ണിങ് സ്റ്റിച്ച് എല്ലാവരും ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത്
പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫസ്റ്റ് വേവ് മുകളിലേക്കാണെങ്കിൽ സെക്കൻഡ് വേവ് താഴേക്ക്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരണം. കണ്ടോ, ഒരേ ലെവലിൽ ഒരേ ഷേപ്പിൽ വേണം വരാൻ, എങ്കിലാണ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, അതേപോലെ ചെയ്യുക. ഫുള്ളായിട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ പകുതിക്ക് വെച്ച് ചെയ്ത് നിർത്തരുത്. എനിക്ക് ഫുള്ളായിട്ട് എല്ലാവരും ചെയ്ത് കാണിക്കണം. ഞാൻ പക്ഷേ ഇനി അങ്ങോട്ടേക്ക് പകുതി മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടുത്ത സ്റ്റിച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചിൽ വരുന്ന സ്റ്റിച്ചുകളെല്ലാം തീരും. അപ്പോൾ നിങ്ങളതൊന്നും കൂടി ആദ്യം തൊട്ട് മറ്റൊരു തുണിയിലോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കില്ല. അങ്ങനെയും ചെയ്തു നോക്കുക. ഓക്കെ, നാളത്തേക്കുള്ള റണ്ണിങ് സ്റ്റിച്ചും കൂടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.